ആ 4600 ആളുണ്ടായിരിക്കും അതുപോലെ. അല്ല അത്ര പോരെ, 4600 ആൾ പോരെ. അല്ല ഞാൻ ചോദിക്കുന്നതാണ്, 4600 പോലെ നമ്മൾ 3000 തീരുമാനിച്ചിട്ടുള്ളൂ. അത്രയും പങ്കെടുത്ത് നിങ്ങളെ പ്രചരണം എല്ലാം കള്ളപ്രചരണമാണ്, മനസ്സിലായില്ലേ? കളവ് പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. അവന് പറയേണ്ട വിചാരിച്ചു. കളവ് പ്രചരിപ്പിക്കുന്നതിനും പറയുന്നതിനും എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്, അതായത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് 3000 ആളെ പങ്കെടുപ്പിക്കാനാണ്. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട്. അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട് പോരെ. അത് അത്രയും പോരെ. ഈ വെറുതെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട്. ആ കള്ളപ്രചരണം അല്ലാതെ വേറെ എന്താ? കള്ളപ്രചരണം അല്ലാതെ നിങ്ങളെന്നാ പിന്നെ നിങ്ങൾ ക്യാമറ കൊണ്ട് 400 നിങ്ങൾ പറഞ്ഞ 400 എത്രയാണ് പങ്കെടുന്ന പറഞ്ഞ നിങ്ങൾ? 500 600 സംതിങ് ഒരു കൗണ്ടറിലെ മാത്രം ശുദ്ധ അസംബന്ധം പറയുന്നതിന്, കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ടേ? അതാ പറഞ്ഞേ. ഞാൻ കാണാണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കണ്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. സൈബർ ഗ്രൂപ്പ് ഞാനൊരു കാര്യം പറയും. നിങ്ങൾ ഇത് പത്ര മാതൃഭൂമിയാ? ഇതാണ് ദൃശ്യം. അല്ല, ഉദ്ഘാടനത്തിന് അല്ലേ? അപ്പോൾ ഏത് സെഷനിൽ പങ്കെടുത്തതിനെ പറ്റി ഞങ്ങൾ പറയുന്നത്? ഓരോ സെഷനിലും 1000 ആൾ പങ്കെടുക്കണം. വേണം നിങ്ങൾക്ക് എന്തെല്ലാം സെഷൻ എടുക്കാൻ പറ്റും? നിങ്ങൾ കാണിക്കാൻ പറ്റും. വേണമെങ്കിൽ AI ഉപയോഗിക്കാം. നിങ്ങൾക്ക് AI ഉപയോഗിക്കാം. നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിനെന്താ സംശയം? നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ബാധിക്കുന്നത്? ആർക്ക് വേണ്ടി ബാധിക്കുന്ന? അല്ല ഞാൻ ചോദിക്കുന്നത് അതാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ബാധിക്കുന്നത്? അയ്യപ്പ സംഗമം പൊളിഞ്ഞു പോയി എന്ന് പറയാനാ? പിന്നെ ആർക്ക് വേണ്ടിയാ? നിങ്ങൾ ആൾ കണ്ടോ? വെറുതെ കള്ളപ്രചാരവേല നടത്തുകയാണെന്ന്. അത് എടുക്കുന്നുണ്ട്. കോൺഗ്രസ് തന്നെ എടുത്തത്. കോൺഗ്രസിന് വേണ്ടി ബാധിക്കുക ഇപ്പോൾ ഇവിടെ വന്നിട്ട്. വലിയ വിജയമാണ്, ലോകപ്രസിദ്ധമായ വിജയമാണ്. പോരെ, ലോകപ്രസിദ്ധമായ വിജയം എന്ന് പറഞ്ഞാൽ മലയാളം മനസ്സിലായ? പിന്നെ പറഞ്ഞോളൂ. പിന്നെ പറയാണ്ടെന്താ? കള്ളപ്രചരണം നടത്താൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങൾ പുറകോട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ വ്യാഖ്യാനിക്കാൻ, വിശദീകരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുക. അതാ ഞാൻ പറഞ്ഞത്, നാണോ മാനം വേണം. എന്തെങ്കിലും പറയുന്നതിൽ, എന്തെങ്കിലും കൊടുക്കുന്നതിൽ, എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെതായ CPM സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. കുറവാണ് ആളുകൾ പങ്കെടുത്തത് എന്നുള്ള മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിൽ കള്ളപ്രചാരണം നടത്താനാണ് മാധ്യമപ്രവർത്തകരുടെ ശ്രമം, അവർ കോൺഗ്രസിന് വേണ്ടിയാണ് ഈ കള്ളപ്രചാരണം നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൂടിയാണ് അദ്ദേഹം അവിടെ ആരോപിക്കുന്നത്.